ക്രൂശിലെ സ്നേഹത്താൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച പിതാവായ ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ റോമർ 5 പറയുന്നത് പോലെ നാം ബലഹീനരും അഭക്തരും പാപികളും ഒക്കെ ആയിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ അവിടുന്ന് പ്രദർശിപ്പിച്ചല്ലോ. സ്തോത്രം. ആ ആത്മാവിനെ നമുക്ക് പിതാവിങ്കിൽ നിന്നും വാങ്ങി അയച്ചു തന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ഒരു മാസവും കൂടെ നമ്മെ വിട്ടുപോയി. പുതിയ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവസരങ്ങളെ തരുന്നു. ദൈവത്തിൻ്റെ മഹാകരുതലിനായി ദൈവത്തിന് സ്തോത്രം. സംരക്ഷണത്തിനായി സ്തോത്രം. അവിടുന്ന് നമ്മുടെ മേൽ തൻ്റെ തിരുമുഖം പ്രകാശിപ്പിക്കട്ടെ. നമ്മോട് കൃപയും കരുണയും ഉള്ളവനായിരിക്കട്ടെ. അവിടുത്തെ ദിവ്യ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും എപ്പോഴും ദൈവം നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ മാസം എല്ലാ നിലകളിലും നമുക്കെല്ലാവർക്കും ദൈവോന്മുഖമായി വളരുന്നതിന്, ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന്, അകലം കുറയ്ക്കുന്നതിന് ഒക്കെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിപ്പാൻ, ധ്യാനിപ്പാൻ, അനുസരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മാസം സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണല്ലോ. നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ രാവിലെ ഞാൻ ആ മെസ്സേജിൽ എഴുതിയിരുന്നത് പോലെ സകല അല്ലെങ്കിൽ ഏതൊരു സൃഷ്ടിയോടുമുള്ള നമ്മുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി സ്നേഹത്തിൽ സ്വന്തം താല്പര്യപ്രകാരം സ്രഷ്ടാവായ ത്രിയേക ദൈവത്തോടുള്ള ദാസ്യത്വത്തിൽ കഴിയേണ്ടതിന്, ആ ദാസ്യത്വം നിമിത്തം സൃഷ്ടികളോടുള്ള ദാസ്യത്വത്തിൽ നിന്ന് വിമോചിതരായിരിക്കേണ്ടതിന് ദൈവം നമുക്ക് ധാരാളം കൃപ കാണിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വവും വിശുദ്ധന്മാർക്ക് വന്ദനവും പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1-ാമത്തെ വാക്യം പതിവ് പോലെ നമുക്കൊന്നും കൂടെ വായിക്കാം. ഹീബ്രൂസ് 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. സ്തോത്രം. ഈ വാക്യത്തിൻ്റെ 2 വശങ്ങൾ നമ്മൾ ഇന്നലെയും പറഞ്ഞു വിട്ടു. 1-ാമത്തെ ഭാഗം നമ്മെ പരിചയപ്പെടുത്തുന്നതാണെങ്കിൽ 2-ാമത്തെ ഭാഗം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതാണ്. ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിട്ട് അവിടുത്തെ ശ്രദ്ധിച്ചു നോക്കുവാനുള്ള ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, ഒരു കൽപ്പന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ കൽപ്പനയെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലും നമ്മൾ പഠിച്ചു.
ഇന്നലെ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി. അവിടെ ക്രിസ്തുവിനെ പറ്റിയുള്ള 3 കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. ഒന്നാമത്തേത്, യേശു എന്ന യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം അത് നമ്മൾ കണ്ടു. യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൽ മനുഷ്യനായ നമ്മുടെ കർത്താവിന്, അല്ലെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വത്തിന് നൽകപ്പെട്ട പേരാണ്. ആ പേര്, യേശു എന്ന പേര്, തൻ്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് നൽകപ്പെട്ടതാണെന്നും കണ്ടു. യേശു എന്ന പേരിൻ്റെ അർത്ഥം മത്തായി 1:28 ദൂതൻ പറയുന്നുണ്ട്, അവൻ നിങ്ങളെ അല്ലെങ്കിൽ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടയണം. യഹോശുവ, യേശുവ എന്ന എബ്രായ പേരാണ്. യേശു എന്ന്, ജീസസ് എന്ന്, ഈസൂസ് എന്ന് ഗ്രീക്കിലും എഴുതിയിട്ടുള്ളത്. അതിന് യഹോവ എൻ്റെ രക്ഷ, യേശുവ, യാഹ് എൻ്റെ രക്ഷ, എൻ്റെ രക്ഷകൻ. അതിൽ നിന്നുമാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകനെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പേര് ഇതിനു മുമ്പും നമ്മൾ പഠിച്ചതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല. എന്നാൽ യേശു എന്ന വ്യക്തി ആരാണെന്ന് അടുത്ത 2 പ്രയോഗങ്ങളിലൂടെ ലേഖകൻ പരിചയപ്പെടുത്തുന്നു. അതിലൊന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിപ്പാൻ തുടങ്ങിയ അപ്പോസ്തോലൻ, നാം ഏറ്റുപറയുന്ന അപ്പോസ്തോലൻ, അപ്പോസൽ ഓഫ് അവർ കൺഫെഷൻ. സ്തോത്രം. 2, മഹാപുരോഹിതൻ. അതിൽ അപ്പോസ്തോലൻ എന്നതിനെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഇന്നലെ കൊണ്ടത് തീർക്കാമായിരുന്നുവെങ്കിലും ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വന്ന് നമ്മൾ അതിൽ ചർച്ചയ്ക്കും കൂടെ സമയമെടുത്തതുകൊണ്ട് അതിൽ ഇന്നലെ പറയാമായിരുന്ന പലതും പറയാൻ സാധിച്ചില്ല. അപ്പോസ്തോലൻ, സ്തോത്രം. നമ്മളതിൻ്റെ അർത്ഥം കാണുകയുണ്ടായി. അപ്പോസ്റ്റേലൈൻ എന്ന ക്രിയാപദവും അപ്പോസ്റ്റോലോസ് എന്ന നൗൺ അഥവാ സംജ്ഞയും. അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടത് ഓർക്കുമല്ലോ. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമാണ് ഉള്ളത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അയക്കപ്പെട്ടവൻ. അതിനെ 3 തട്ടുകളായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവൻ. പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടപ്പോൾ അയച്ചവരുടെ അല്ലെങ്കിൽ അയച്ചവൻ്റെ പ്രത്യേകമായ നിയോഗത്തോടുകൂടെ, പ്രത്യേകമായ അധികാരത്തോടുകൂടെയാണ് അയക്കപ്പെട്ടത്. ആ 3 ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി 3ആയിട്ട് തരംതിരിച്ചാണ് പഠിച്ചത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, നിയോഗിച്ച് അയക്കുന്ന ആളുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ
പൂർണ്ണ അധികാരത്തോടുകൂടെ പ്രത്യേകാൽ ദൗത്യ നിർവഹണത്തിനായി പുറപ്പെടുന്നവൻ, അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തോലൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോസ്തോലൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അപ്പോസ്തോലോസ് എന്ന പദം നമ്മൾ കണ്ടു. അതിൻ്റെ 3 തത്തുല്യമായ പദങ്ങളുണ്ട്. അപ്പോസ്തോലോസ് എന്നത് ഗ്രീക്ക് പദമാണെങ്കിൽ കൂടെ ഗ്രീക്കുകാരുടേതായ മറ്റൊരു ആശയവും അതിനുണ്ട്. 3 പദങ്ങൾ അപ്പോസ്തോലൻ അല്ലെങ്കിൽ അപ്പോസ്തോലോസ്. 2 യവന ചിന്താഗതി അനുസരിച്ച്, ഗ്രീക്ക് ചിന്താഗതി അനുസരിച്ച് ഇങ്ങനെ അയക്കപ്പെടുന്നയാളിനെ അംബാസിഡർ, നമ്മുടെ ഭാഷയിൽ സ്ഥാനാപതി എന്ന് വിളിക്കും. അപ്പോൾ അപ്പോസ്തോലൻ, 2 അംബാസിഡർ അഥവാ സ്ഥാനാപതി. മൂന്നാമതുള്ള ഒരു പദമാണ് നമ്മൾ ഇന്നലെ എബ്രായ ഭാഷയിൽ നിന്നും പഠിച്ചത്. അതിലായിരുന്നു നമ്മൾ ചില ചിന്തകൾ ഒരുമിച്ച് ചർച്ച ചെയ്തത്. യവന ചിന്താഗതിയോടൊപ്പം എബ്രായ ചിന്താഗതി, അല്ലെങ്കിൽ അതിന് പറയുന്ന എബ്രായ പദവും കൂടെ, ഷാലിയാക്ക് എന്ന ആ ഒരു പദവും കൂടെ നമ്മൾ കണ്ടു. ഷാലിയാക്ക്. ആ ഷാലിയാക്ക് എന്ന് പറയുന്ന പദത്തിനർത്ഥം യഹൂദന്മാരുടെ ഏറ്റവും ഉയർന്ന നീതിപീഠമായ സൻഹദ്രീൻ സംഘം, സൻഹദ്രീൻ സംഘത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും അധികാരത്തോടും കൂടെ ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളെയോ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അയക്കുന്ന ഒരു പ്രക്രിയയാണ്. That envoy sent by the Sanhedrin. Sanhedrin means the Supreme Court of Israel, the religious Supreme Court of Israel. മുസ്ലിം രാജ്യങ്ങളിലും ഇസ്രായേലിലുമൊക്കെ അവരുടെ മത കോടതിക്കാണ് പരമോന്നതമായ അധികാരം. So that Sanhedrin, the Supreme Court of Israel, sometimes send their delegates, send their envoys to some people or to some place to execute something on behalf of the entire Sanhedrin. So that envoy or that team of delegation, that is called this apostolos, yaf shaliak. യഹൂദ മതത്തിലെ പരമോന്നത കോടതിയാണ് ന്യായാധിപ സംഘം എന്നറിയപ്പെടുന്ന 70 പേരും മഹാപുരോഹിതനും, 70+1, മഹാപുരോഹിതൻ പ്ലസ് 70, അങ്ങനെ 71, 71 പേരടങ്ങുന്ന, അല്ലെങ്കിൽ മഹാപുരോഹിതൻ അധ്യക്ഷനായിക്കൊണ്ട് മറ്റ് 70 പ്രമുഖന്മാർ ഉൾപ്പെടുന്ന സൻഹദ്രീൻ സംഘം, ഇസ്രായേലിലെ ന്യായാധിപ സംഘം, ഇസ്രായേലിലെ പരമോന്നത കോടതി, അവരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ
ഒരു വ്യക്തിയെയോ ഒന്നിലധികം വ്യക്തികളടങ്ങുന്ന സംഘത്തെയോ പ്രതിനിധി സംഘമെന്ന് നമുക്ക് വിളിക്കാം. പ്രതിനിധി സംഘത്തെയോ അവരുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അയക്കുമ്പോൾ ഈ സുപ്രീം കോടതിക്ക് ഉള്ള പൂർണ്ണ അധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെയാണ് ഈ പ്രതിനിധി സംഘത്തെ അയക്കുന്നത്. അങ്ങനെ ഈ ന്യായാധിപ സംഘത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ, പൂർണ്ണ അധികാരത്തോടെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് പകരം അവരുടെ തീരുമാനങ്ങൾ, ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അയക്കപ്പെടുന്ന സംഘത്തെയാണ് ഈ ഷാലിയാക്ക് അല്ലെങ്കിൽ ഈ പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഗ്രീക്കിൽ അപ്പോസ്റ്റോലോസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ പദത്തിൻ്റെ പിൻപിലുള്ള പശ്ചാത്തലം. പുതിയ നിയമത്തിൽ നമ്മൾ അപ്പോസ്തലൻ എന്ന് കാണുന്നതിൻ്റെ വേദപുസ്തക അല്ലെങ്കിൽ പഴയ നിയമ പശ്ചാത്തലം ഇതാണ്. അതിൻ്റെ തുടക്കം നമ്മൾ കണ്ടു സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ. നമ്മൾ ഇന്നലെ പരിചയമുള്ളത് കൊണ്ട് വായിച്ചില്ല എന്ന് മാത്രം നമ്മൾ പറഞ്ഞു വിട്ടു. 70 പേരടങ്ങുന്ന വിവിധ സംഘങ്ങൾക്ക് ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ട 70 പേർ. പക്ഷെ നമ്മളതിൽ കണ്ടു അതൊരു മാനുഷിക ആലോചനയായിരുന്നു. ദൈവത്തോട് ചോദിക്കാതെ തന്നെ മോശ അതിന് സമ്മതം മൂളി. അതുകൊണ്ട് മോശയുടെ ഉത്തരവാദിത്ത ഭാരം, വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ അവിടെ നടന്നതുകൊണ്ട് ആ ഉത്തരവാദിത്വം മുഴുവനും നിർവഹിക്കുവാനായി മോശയുടെ മേൽ പകരപ്പെട്ടിരുന്ന ആത്മാവിൻ്റെ പങ്കിനെയെടുത്ത് ഈ 70 പേരിലേക്കും കൂടെ ദൈവം കൊടുത്തു. അതിന് ദൈവം അനുവദിച്ചു. പലപ്പോഴും ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. അത് പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദമാണെന്നാരും കരുതരുത്. അത് നിമിത്തമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾക്കും ദൈവം ഉത്തരവാദി ആയിരിക്കില്ല. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത്, ദൈവത്തോട് നമ്മളൊന്നും പിടിച്ചു കെട്ടി വാങ്ങരുതെന്ന്. നിർബന്ധപൂർവം ദൈവത്തോടൊന്നും ചോദിച്ചു വാങ്ങരുത്. ചോദിച്ചാൽ ചിലതൊക്കെ ദൈവം തരും. കാരണം എല്ലാ കാര്യങ്ങളും ഒന്നും ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയിൽ പെടുന്നതല്ല. ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളുണ്ട്. അതിനൊരു തരത്തിലും മാറ്റമില്ല. നമ്മളിത് നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. There are God's eternal purposes. In no way God will change them. In no way. For no one God will change them. No alteration at all. അതിനൊന്നിനും ഒട്ടും മാറ്റമില്ല. അതെന്താണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലത് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ ബാധിക്കാത്ത ദൈവത്തിൻ്റെ ഹിതങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ദൈവം വിട്ടുവീഴ്ച ചെയ്തു തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനാദി നിർണയത്തിന് കോട്ടം സംഭവിക്കുന്നില്ല. പക്ഷേ വ്യക്തികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ അപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിലുള്ളത്
ചിലപ്പോൾ ചിലരിൽ നടക്കാതെ വന്നേക്കാം. മോശയുടെ തന്നെ ജീവിതത്തിൽ കനാൻ നാട്ടിൽ മോശയെ എത്തിക്കാതിരിക്കണം എന്ന പദ്ധതിയുമായിട്ടല്ല കനാലിൽ ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ദൈവം അറിയാതെയല്ല എന്ന് മാത്രമേ ഉള്ളൂ. മരുഭൂമിയിൽ പട്ടുപോയ ലക്ഷക്കണക്കിന് ഇസ്രായേലിയർ, അവരാരും കനാനിൽ കടക്കരുത് എന്ന് ദൈവത്തിന് ഒരു പദ്ധതിയുമില്ലായിരുന്നു. സ്തോത്രം. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ദൈവം അതിനെ അനുവദിച്ചു, അത്രേ ഉള്ളൂ. അത് സംഭവിക്കാതെയും ദൈവത്തിന് വേണമെങ്കിൽ തടയാമായിരുന്നു. പക്ഷെ ആ ദൈവം ആഗ്രഹിച്ചില്ല. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് പോലെ വേറെ സാഹചര്യം, ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുന്നവരെ ദൈവത്തിന് വേണ്ട. മറ്റെല്ലാ സാധ്യതകളും ഇരിക്കെ തന്നെ അവയെ അവഗണിച്ച് പ്രാഥമികമായി ദൈവത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരെ മതി ദൈവത്തിന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനാദി നിർണയത്തെ, ദൈവത്തിൻ്റെ നിത്യ പദ്ധതിയെ ബാധിക്കാത്ത തരത്തിലുള്ള ദൈവഹിതത്തെ ഓൾട്ടർ ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ ദൈവം അനുവദിക്കും. ആ കൂട്ടത്തിലുള്ള ഒന്നായിരുന്നു ഈ 70 പേരുടെ നിയമനം. സ്തോത്രം. ദൈവം അത് അനുവദിച്ചു കൊടുത്തു. അതിങ്ങനെ തുടർന്നു വന്നാണ് യേശു കർത്താവിൻ്റെ കാലത്തും അപ്പോസ്തോലിക കാലത്തും വരെ ഇസ്രായേലിൽ ആ ന്യായാധിപ സംഘം ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ അവിടെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും AD 70 ദേവാലയം തകർക്കപ്പെടുന്നത് വരെയും AD 135 ഇസ്രായേൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്ക് അനാഥരായി അലഞ്ഞു പോകുന്നതുവരെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, എങ്ങൊന്നും കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ ന്യായാധിപ സംഘടനാ രീതി എങ്ങനെയെന്നതിനെക്കുറിച്ച് അറിവില്ല. എനിക്ക് തോന്നുന്നു മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ ജനാധിപത്യപരമായിട്ട് തന്നെയാണെന്ന്. അത് പോകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ 70 പേരെ പ്ലസ് മോശ, അങ്ങനെ 71 പേർ. അതേ രീതിയാണ് പിൽക്കാലത്തും തുടർന്നു വന്നത്. 70 സദൂക്യരും ശാസ്ത്രിമാരും പരീശന്മാരും അങ്ങനെയുള്ളവരൊക്കെ കൂടെയുള്ള 70 പേരും അധ്യക്ഷനായിട്ട് മഹാപുരോഹിതനും. ഇസ്രായേലിൽ എല്ലായിടത്തും ഒന്നും എന്തെങ്കിലും കാര്യമുണ്ടായാൽ ഈ 71 പേരും കൂടെ യെരുശലേമിൽ നിന്ന് പോവുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും, വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ വ്യക്തിപരമായിട്ട് അവർക്ക് യാത്ര ചെയ്യണം. ചിലപ്പോൾ ഒരു ദിവസത്തിലധികം അവർക്ക് നടക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുമിച്ച് എല്ലായിടത്തും കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാൻ പോവുക സാധ്യമല്ല. അതിന് അവർ അവരുടെ പ്രതിനിധികളെ സംഘത്തിൻ്റെ തീരുമാനവുമായിട്ട് അയക്കുക പതിവായിരുന്നു.
അങ്ങനെ അയക്കപ്പെടുന്നവരെയാണ് ഈ അപ്പോസ്തോലൻ, ഷാലിയാക്ക് എന്ന് വിളിക്കുന്നത്. അംബാസിഡർ. നമുക്കറിയാം, അംബാസിഡർ കുറച്ചും കൂടെ നമ്മുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ത്യയുടെ ഒരു സ്ഥാനാപതി അമേരിക്കയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഭരണകൂടവും അമേരിക്കയിൽ എത്തുന്നതിന് സമമാണ്. അല്ലെ, ഇന്ത്യയുടെയും പ്രതിനിധിയാണ് ആ സ്ഥാനാപതി. ഒരാളേ ഉള്ളൂ. ഇവിടെ ചിലപ്പോൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വേണ്ട, നമ്മുടെ ഇന്ത്യൻ സെറ്റപ്പിൽ രാഷ്ട്രപതിയെ മാറ്റി നിർത്താം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരുടെ ഒരു സംഘമുണ്ട്. അതിൽ ഓരോ മന്ത്രിസഭയുടെയും അനുസരിച്ച് എണ്ണത്തിൽ വ്യത്യാസം വരാം. എന്നാലും കേന്ദ്ര മന്ത്രിസഭ എന്ന് നമുക്ക് അവരെ ഒറ്റ വാക്കിൽ വിളിക്കാം. സ്പീക്കർ അവിടെ ഇരുന്നാലും പ്രധാനമന്ത്രിയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ ആ ഒരു പ്രത്യേക സഭയുടെ നടത്തിപ്പിന് അന്നേരത്തേക്ക് സ്പീക്കർ അവിടെ ഇരുത്തപ്പെടുന്നു എന്നേ ഉള്ളല്ലോ. അപ്പോ സ്പീക്കറിൻ്റെ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടേതെന്ന് പറഞ്ഞോ അധ്യക്ഷതയിൽ നടത്തപ്പെടുന്ന മന്ത്രിസഭ അവരുടെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും അറിയിക്കാനും ഈ മന്ത്രിസഭയ്ക്കുള്ള മുഴുവൻ അധികാരത്തോടുകൂടെയും മറ്റൊരു രാജ്യത്തേക്ക് നിയമിക്കുന്ന വ്യക്തി സ്ഥാനാപതി എന്നറിയപ്പെടുന്നത് പോലെ യഹൂദ ന്യായാധിപ സംഘം അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ അവരുടെ പ്രതിനിധിയായിട്ട് അയക്കുന്ന സംഘത്തിന് ഷാലിയേക്ക് എന്ന് വിളിക്കുന്നത് പോലെ, അപ്പോസ്തോലൻ എന്ന് പറയുന്നത് പോലെ നമുക്കിവിടെ മനസ്സിലാക്കാം യേശു ആരാണ്? അപ്പോസ്തോലൻ എന്ന് വെച്ചാൽ ഹി ഈസ് എ സെന്റ് വൺ, അയക്കപ്പെട്ടയാൾ. അയക്കപ്പെട്ടുവെങ്കിൽ അയച്ച ഒരാളുണ്ട്, ഒരാളോ ഒരു സ്ഥാപനമോ ഉണ്ട്. If an envoy is sent, there is a person or an establishment that sent him or them. ഒരു സംഘം, ഒരു വ്യക്തി അയക്കപ്പെട്ടുവെങ്കിൽ അവരെ അയച്ച ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ പിൻപിലുണ്ട്. ഇവിടെ യേശു അപ്പോസ്തോലൻ എന്ന് പറയുമ്പോൾ യേശുവിന് ആവർത്തിച്ചു പറയാനുള്ളത്, ഞാൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് വന്നതല്ല, എന്നെ അയച്ചിട്ട് വന്നതാണ്. യോഹന്നാൻ 17:3 ഒന്ന് വായിച്ചോളൂ. ജോൺ 17:3. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദിയോടന്തം നമുക്ക് ഈ പ്രയോഗം കാണാം. ഈ പ്രയോഗം കൂടുതലായിട്ടും യോഹന്നാൻ അപ്പോസ്തലനാണ് തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നത്. അയച്ചിട്ട്, ദൈവം അയച്ചു. യേശു ആവർത്തിച്ചു പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ എന്നോട്. എന്നെ അയച്ചവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. സ്തോത്രം. യേശുക്രിസ്തുവിന് ഈ ഒരു ഉത്തമമായ
ബോധ്യമുണ്ടായിരുന്നു. സ്തോത്രം. ഉത്തമമായ ബോധ്യം. എന്തേ? ഐ ആം എ സെന്റ് വൺ. ഞാൻ അയക്കപ്പെട്ടയാളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറയുമായിരുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുന്നത്. സ്തോത്രം. യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിലും ശമരിയ സ്ത്രീയോടുള്ള സംസാരമധ്യേ ശിഷ്യന്മാർ ആഹാരവുമായി വന്നു. യേശു കഴിച്ചില്ല. നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, ഇവിടെ നിന്നെങ്ങാണ്ട് ഏതാണ്ട് കിട്ടിയതാ. അവരുടെ മനോവികാരം അറിഞ്ഞിട്ട് യേശു എന്താ അവരോട് പറഞ്ഞത്? 34-ാം വാക്യത്തിൽ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എൻ്റെ ആഹാരം ശാരീരികമായ ഭക്ഷണമല്ല എനിക്ക് ഊർജം തരുന്നത്, പകരം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുക. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആദ്യം തൊട്ട് വായിച്ചാൽ ഈ ഒരു പ്രയോഗം ഒത്തിരി പ്രാവശ്യം കാണാം. ഐ ആം സെന്റ്, ഐ ആം സെന്റ്. അപ്പോൾ യേശുക്രിസ്തു അപ്പോസ്തോലൻ എന്ന നിലയിൽ അയക്കപ്പെട്ടവനാണ്. അയച്ചതാരാണെന്ന് നമ്മൾ കണ്ടു. യോഹന്നാൻ 17:3 തന്നെ യേശു കർത്താവ് പിതാവിനോടായി തന്നെ പറയുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും. അപ്പോൾ പിതാവായ ദൈവമാണ് ക്രിസ്തുവിനെ അയച്ചതെന്ന് നമുക്ക് വ്യക്തമാണ്. ഒരു അപ്പോസ്റ്റോലോസ്, ഒരു ശാലിയാക്ക്, ഒരു പ്രതിനിധി സംഘം അയക്കപ്പെട്ടാൽ തനിക്ക് എന്തുണ്ട്? അധികാരം, ശക്തി, സ്വാതന്ത്ര്യം. തൻ്റെ സ്വന്തമാണോ? അല്ല. സ്തോത്രം. പിന്നെ അയച്ചവന്റെ അധികാരമാണ്. സ്തോത്രം. അയച്ചവന്റെ അധികാരം. അയച്ചത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ പിതാവായ ദൈവം. എങ്കിൽ യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം പിതാവായ ദൈവത്തിൻ്റെ അധികാരമാണ്. യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി അയച്ച പിതാവിൻ്റെ ശക്തിയാണ്. യേശുക്രിസ്തു ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം അയച്ച സ്വർഗസ്ഥ പിതാവിൻ്റെ സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. അപ്പോൾ യേശു മനുഷ്യനായി ഇന്ന് ഭൂമിയിൽ, ഇന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യമാണ്, യേശു മനുഷ്യനായി ഇവിടെ ഭൂമിയിൽ ചരിക്കുന്നെങ്കിലും യേശു സാധാരണക്കാരനല്ല. സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവ് പിതാവായ ദൈവത്തിന് പകരക്കാരനായി ദൈവത്തിൻ്റെ മുഴുവൻ അധികാരത്തോടെയും ശക്തിയോടെയും സ്വാതന്ത്ര്യത്തോടെയും അയച്ചിരിക്കുന്ന ഒരുവനാണ്. ജീസസ് ഈസ് നൗ ഇൻ ഹ്യൂമൻ ബോഡി. He is very much limited. Jesus is now limited by space and also time. While Jesus was on earth, he was limited by space and time.
And many a times Jesus limited himself even in his omniscience. He did not make use of them as it was available in him. യേശുക്രിസ്തുവിൽ ലഭ്യമായിരുന്നതുപോലെ ക്രിസ്തു തൻ്റെ സർവജ്ഞാനം പോലും ശരീരത്തിലിരിക്കെ ഉപയോഗിച്ചില്ല. തന്നെത്താൻ പരിമിതപ്പെടുത്തി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുത്രന് പോലും അറിയില്ലെന്ന് പറഞ്ഞത്. സ്തോത്രം. അത് പുത്രൻ തന്നെത്താൻ മാനുഷികതയിൽ പരിമിതപ്പെടുത്തിയതുകൊണ്ടാണ്. യേശു ഉറങ്ങിയത്, വിശന്നത്, ക്ഷീണിച്ചത്, വസ്ത്രം ധരിക്കേണ്ടി വന്നത്, യാത്ര ചെയ്യുവാൻ മൃഗങ്ങളോ അല്ലെങ്കിൽ വള്ളം പോലെയുള്ള വാഹനങ്ങളോ ഒക്കെ യേശുവിന് വേണ്ടി വന്നത്. സ്തോത്രം. ഇതെല്ലാം യേശു തന്നെത്താൻ തൻ്റെ മനുഷ്യത്വത്തിൽ പരിമിതപ്പെടുത്തിയതുകൊണ്ടാണ്. പക്ഷേ ജീസസ് വാസ് ലിമിറ്റഡ് in all these things while he was on earth. Many a times he did not use his divine attributes as all powerfulness, that means omnipotence, all knowingness, that is omniscience. Also, he did not use his omnipresence. ക്രിസ്തു തന്നെത്താൻ ഒതുക്കി. തൻ്റെ വലിയ അത്ഭുതമാണ്. ദൈവത്വത്തെ തൻ്റെ മനുഷ്യത്വത്തിനകത്ത് പൊതിഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലാതെ പിന്നെന്താ? Jesus had blanketed his divinity within the poshak of humanity, the cloth of humanity. തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വത്തെ തൻ്റെ മനുഷ്യത്വത്തിനകത്ത് പരിമിതപ്പെടുത്തി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അത്ഭുതമൊന്ന് പറഞ്ഞു വിടാനേ പറ്റൂ, വിവരിച്ച ഒരാളിനെ മനസ്സിലാക്കിക്കാൻ ഒക്കത്തില്ല. പക്ഷേ അപ്പോഴും അപ്പോസ്തോലൻ, അയക്കപ്പെട്ടവൻ എന്ന നിലയിൽ യേശുവിന് എന്തുണ്ടായിരുന്നു? അയച്ചവൻ്റെ പൂർണ്ണ പിന്തുണ, അയച്ചവൻ്റെ പൂർണ്ണ അധികാരം, ശക്തി, സ്വാതന്ത്ര്യം, ഇതെല്ലാം യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. Though he was limited, he had all the authority the Father had, the center, one who sent him, had. The power, freedom, all these things Jesus was having. സ്തോത്രം. അതുകൊണ്ടാണ് ഭൂതാത്മാക്കൾക്ക് പോലും യേശുവിൽ ദൈവത്വത്തെ കാണാൻ സാധിച്ചത്. മഹോന്നതനായ ദൈവപുത്ര എന്നാണ് ഭൂതങ്ങൾ യേശുവിനെ വിളിച്ചത്, സംബോധന ചെയ്തത്. സ്തോത്രം. അപ്പോൾ യേശു അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ. അപ്പോൾ അപ്പോസ്തോലന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തായാലും മനസ്സിലായോ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് an apostle, fulfill the purpose of the one who sent. of course,
fulfilling the sent purpose, the entrusted purpose. അധികാരവും ശക്തിയും സ്വാതന്ത്ര്യവും എല്ലാം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അയച്ച ലക്ഷ്യം നിവർത്തിക്കാനാണ്. So that is the most important as an apostle. യേശു ഒരു അയക്കപ്പെട്ടവൻ അഥവാ അപ്പോസ്തോലൻ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു വന്ന ലക്ഷ്യം നിവർത്തിക്കുക എന്നതാണ്. With a definite purpose, with an exclusive purpose, Jesus was sent. വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ അയക്കപ്പെട്ട യേശു. ആ ലക്ഷ്യ നിർവഹണമാണ് തൻ്റെ ആത്യന്തികമായ സംഗതി. അതെന്താണെന്നും നമുക്കറിയാമല്ലോ. സ്തോത്രം. പറഞ്ഞാട്ടെ, വന്നാട്ടെ. പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെ രക്ഷിക്കേണ്ടതിനെ കാൽവരിയിലെ ക്രൂശിൽ തട്ടി. അതെ, അതിനെ കർത്താവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുക. സ്തോത്രം. മർക്കോസ് 10:45 നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? The ultimate purpose of Jesus being sent into this world as an apostolos, as a shaliach, as an ambassador, it was that he may offer his life as a ransom for many. Shed his life, shed his blood as a ransom to redeem the fallen humanity and reconcile the world to God, to make an atonement for sin. സ്തോത്രം. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക, അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി, റാൻസമായി നൽകുക. സ്തോത്രം. അതിനു മുമ്പ് ഇവിടെ നിർവഹിക്കേണ്ട വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദ ക്ലൈമാക്സ്, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അയക്കപ്പെടുന്നയാളാണ് അപ്പോസ്തലൻ. നല്ല രണ്ട് ദ്വിമുഖിയായ കാര്യങ്ങളാണ്, രണ്ട് മുഖങ്ങളുള്ള കാര്യങ്ങളാണ്, നാമങ്ങളാണ്, സ്ഥാനപ്പേരുകളാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ എബ്രായർ 3:1 യേശുവിന് നൽകിയിട്ടുള്ളത്. അപ്പോസ്തോലനും മഹാപുരോഹിതനും എന്ന് വെച്ചാൽ an apostle represents God before men. A high priest represents man or men, human beings before God. ആ ദ്വിമുഖിയായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ ഒന്നാമത്തെ വാക്യത്തിലെ അപ്പോസ്തോലനും മഹാപുരോഹിതനും എന്ന പ്രയോഗം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. സ്തോത്രം. So Jesus is an envoy, a delegate, an ambassador of God the Father
into this world on this planet Earth. ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് യേശു പിതാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്നു. ഒരു വലിയ ദൗത്യം നിർവഹിപ്പാൻ, വേറെ ആർക്കും നിർവഹിക്കുവാൻ കഴിയാത്ത ആ ദൗത്യം. ആ ദൗത്യത്തിൻ്റെ ഭാരത്തിലാണ് ഗെത്സമനയിൽ യേശു പൊട്ടിക്കരഞ്ഞത്. കരഞ്ഞതിനേക്കാൾ വലുതായിരുന്നു യേശുവിൻ്റെ ത്വക്കിൻ്റെ അടിയിലുള്ള ചെറിയ ധമനികൾ, ചെറിയ ഞരമ്പുകൾ, കാപ്പിലറീസ് പൊട്ടി വിയർപ്പും രക്തവും കൂടിക്കലർന്ന് വിയർപ്പിനൊപ്പം രക്തത്തുള്ളികൾ നിലത്ത് വീണത്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, രക്തം വിയർത്ത ഗെത്സമന. ഗെത്സമനെ വെയർ ജീസസ് സ്വെറ്റ് ബ്ലഡ്. അപ്പോൾ രക്തം വിയർക്കുന്ന മാനസികമായ വ്യഥയിലൂടെ യേശു പോയത് ഗെത്സമനയിൽ. ആ വ്യഥയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറണം. പക്ഷേ ഉടൻ തന്നെ എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ കുടിച്ചിട്ടല്ലാതെ ഇത് നീങ്ങിപ്പോവുകയില്ല എങ്കിൽ പിതാവേ, ഞാൻ ഇച്ഛിക്കും പോലെയല്ല, അങ്ങ് ഇച്ഛിക്കും പോലെയാകട്ടെ. കണ്ടോ? ആസ് an apostle, Jesus proved himself an apostle, not in the upper room, not on the Mount of Transfiguration. Jesus proved his apostleship not when Jesus walked on the roaring sea. It was not when Jesus cast out the legion, about 6,000 evil spirits from a person. It was not when he was breaking the bread for thousands that he proved himself an apostle. But Gethsemane was the final place where he chose to prove his apostleship by yielding himself to the will of God, the righteous will of God, to be crushed under the righteous wrath of the Father, to shed his innocent, sinless, precious blood for the redemption of man as a ransom. യേശു തൻ്റെ അപ്പോസ്തലത്വത്തെ തെളിയിച്ചത് മരുരൂപമലയിലല്ല, അലറി ഉയരുന്ന തിരമാലകളുടെ മുകളിലൂടെ നടന്നപ്പോഴല്ല, 5 അപ്പം കൊണ്ടും 7 അപ്പം കൊണ്ടുമൊക്കെ ആയിരങ്ങളെ പോഷിപ്പിച്ച് പല കൊട്ടകൾ നിറച്ചെടുത്ത് മാറ്റിയപ്പോഴല്ല, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോഴോ മരിച്ച് അഴുകിത്തുടങ്ങിയ ലാസറിനെ ഉയർപ്പിച്ചെടുത്തോ ഒന്നുമല്ല യേശുവിൻ്റെ അപ്പോസ്തലത്വത്തെ യേശു തെളിയിച്ചത്. പിന്നെവിടെയാ അതിൻ്റെ പരമകാഷ്ഠ നാം കാണുന്നത്? ഗെത്സമനയിലാണ്. രക്തം വിയർക്കുന്ന മാനസിക വ്യഥയിലൂടെ പോകുമ്പോഴും, പിതാവേ, ഞാൻ കുടിച്ചിട്ടല്ലാതെ ഈ പാനപാത്രം നീങ്ങിപ്പോവുകയില്ല എങ്കിൽ അടിയൻ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതത്തിന് യേശു
തന്നെ താൻ സമർപ്പിച്ചു. ഹി വാസ് വെൽ അവെയർ ഓഫ് ഹിസ് അപ്പോസ്റ്റൽഷിപ്പ്. സ്തോത്രം. അതിൻ്റെ ഉച്ചകോടിയാണ് നാം ഗോൽഗോഥായിൽ കാണുന്നത്. സ്തോത്രം. അതിൻ്റെ ഉച്ചകോടിയ. നമ്മൾ നേരത്തെയും പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതുപോലെ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെയും രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്കൂ എന്ന് കൂടെ കിടക്കുന്ന കള്ളന്മാർ ദുഷിച്ചു പറയുമ്പോൾ, അതിക്രൂരമായ വേദനയിലൂടെയും നിന്ദയിലൂടെയും ലജ്ജയിലൂടെയും കഷ്ടങ്ങളിലൂടെയും യേശു കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവിടെയും താൻ എന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്ന ലക്ഷ്യം, ആ ലക്ഷ്യബോധം നഷ്ടപ്പെടുത്താതെ അതിനായി തന്നെ സമർപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. തൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ ബോധ്യമാണ് അവിടെ വെളിപ്പെടുന്നത്. ഐ ആം സെന്റ്, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു, പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, എനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ, പരസ്യ ശുശ്രൂഷ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 സന്ദർഭങ്ങളുണ്ട്. 2-ലധികമുണ്ട്, അതിൽ 2 എണ്ണം. ഒന്ന്, യേശു ആരാണെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത മത്തായി 16. 2, യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം പോലും തേജസ്കരിക്കപ്പെട്ട മറുരൂപമല, അധ്യായം 17. മത്തായി 16ഉം 17. 2 vital experiences of Jesus Christ in his earthly ministry. One is in Matthew 16, another in 17. In 16, Peter's confession of Jesus as the Son, Christ, the Son of the living God. And in chapter 17, the Transfiguration Mount. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് മത്തായി 16ഉം 17ഉം അധ്യായങ്ങളിൽ. 16-ാം അധ്യായത്തിൽ യേശു ചോദിക്കുന്നു, 13-ാമത്തെ വാക്യം മുതൽ, എന്നെ ആരെന്ന് പറയുന്നു? ഒടുവിൽ 16-ൽ പത്രോസ് പറയുന്നു, നീ ആരാ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. 17-ാം അധ്യായത്തിൽ മറുരൂപമലയിൽ യേശു തേജസ്കരിക്കപ്പെടുന്ന ഒരു രൂപം. ഇനി ഒരു ചോദ്യമുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും എന്താ യേശു വെളിപ്പെടുത്തിയത്? അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ, അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ യേശു ശ്രമിച്ചതെന്താ? യേശുവോ സ്വർഗസ്ഥനായ ദൈവമോ ആരായാലും ശരി, എന്തായിരുന്നു ഈ 2 സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ? പിതാവായ ദൈവത്തിന്റെ പ്രിയപുത്രൻ. ഓക്കെ, 17-ാം അധ്യായത്തിൽ അങ്ങനത്തെ ഒരു സ്വർഗീയ ശബ്ദമുണ്ടായി. 16-ാം അധ്യായത്തിൽ സംഭവിച്ചില്ലല്ലോ അത്.
രണ്ടിടത്തും ഒരുപോലെ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു കാര്യം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാകേണ്ടതിന്. അല്ല, നമ്മളിപ്പോൾ പഠിക്കുന്ന യേശുവിൻ്റെ അപ്പോസ്തലത്വത്തോടുള്ള ബന്ധത്തിൽ തന്നെ That he was sent by the Father. ഓൺ ദ വേ. എന്തോ ദൈവത്താൽ അയക്കപ്പെട്ടവെന്നാണ് ബോധ്യപ്പെടുത്തിയത്. അതാ പറഞ്ഞത്, പകുതി വഴിയാകുന്നുള്ളത്. അപ്പോസ്തോലനാണെങ്കിൽ അയക്കപ്പെട്ടതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് അവിടുത്തെ പ്രധാന വിഷയം. യേശു ദൈവപുത്രനാണെന്ന് രണ്ടിടത്തും വെളിപ്പെട്ടു. ഒരിടത്ത് പത്രോസ് പറഞ്ഞു അത് പിതാവായ ദൈവമാണ് അവന് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് യേശു കർത്താവും അവനോട് പറഞ്ഞു. 17-ാം അധ്യായത്തിൽ ആകാശവാണി തന്നെ ഉണ്ടായി. പക്ഷേ രണ്ടിടത്തും യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന വെളിപ്പാടാണ് ഉണ്ടാകുന്നത്. അപ്പോസ്തലത്വവുമായി ബന്ധപ്പെട്ട് അതാണ് പ്രധാനം. സ്തോത്രം. പതിനാറാം അധ്യായത്തിന്റെ 21 മുതൽക്ക് എന്താ നമ്മൾ കാണുന്നത്? എളുപ്പം ഒന്ന് വായിച്ചേക്കൂ. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കണ്ടോ? ദൈവപുത്രനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, മശിഹ അഥവാ ക്രിസ്തുവാണ്. ഇതെല്ലാം അവിടെ വെളിപ്പെട്ടു. പക്ഷെ അവർക്ക് അന്നേരവും മനസ്സിലാകാതിരുന്ന ഒരു കാര്യം യേശു അവരോട് പ്രത്യേകമായി പറയുന്നു. എന്തിനെക്കുറിച്ചാ? ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്. സ്തോത്രം. ക്രൂശീകരണത്തെക്കുറിച്ച്. പതിനേഴാമത്തെ അധ്യായത്തിലും അത് തന്നെയാ. സ്തോത്രം. മോശയും ഏലിയാവും ഒക്കെ വന്ന് യേശുക്രിസ്തുവുമായിട്ട് എന്തോ സംഭാഷിച്ചത്? ക്രൂശീകരണത്തെക്കുറിച്ചാ. അത് കഴിഞ്ഞപ്പം ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ വേറെ ആരോടും പറയരുത്. എപ്പോൾ വരെ? 17-ന്റെ 9-ാമത്തെ വാക്യം. Tell the vision to no man until the Son of Man be risen again from the dead. സ്തോത്രം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ കണ്ട കാര്യം ആരോടും പറയരുത്. ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന് തൻ്റെ തേജസ്സും മഹത്വവും ഈവൻ ദൈവപുത്രത്വവും ആരാധനയും ഒന്നുമായിരുന്നില്ല പ്രഥമം. പിന്നെ എന്തിനായി താൻ വന്നോ ആ കാര്യം നിവർത്തിക്കുന്നതായിരുന്നു. ഇസഹാക്കിന് പെണ്ണ് കാണാൻ പോയ എലയാസറിന്റെ കാര്യം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ. ഏതായാലും എലയാസറിന്റെ തീരുമാനമനുസരിച്ച് പെണ്ണിനെയൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു.
റിബേക്കയുടെ വീട്ടിൽ എലയാസറിനും തൻ്റെ കൂടെയുള്ളവർക്കും ഒറ്റയ്ക്കൊന്നുമല്ല പോയട്ടോ, പല ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടകങ്ങൾക്കൊക്കെ പരിചാരകരുണ്ട്. ഒരു സംഘമായിട്ടാണ് പോയേക്കുന്നത്. കാര്യങ്ങളൊക്കെ നടപ്പിലായി, തീരുമാനമൊക്കെയായി. അത് കഴിഞ്ഞപ്പം എലയാസറിന് ഭയങ്കര തിടുക്കം. കാര്യം നടന്നതുകൊണ്ട് എളുപ്പം ഞാനൊന്ന് തിരികെ പോകട്ടെ. കണ്ടോ, വന്ന കാര്യം സാധിപ്പിക്കുക എന്നതാണ് പ്രധാനം. സ്തോത്രം. വന്ന കാര്യം സാധിക്കുക. നമ്മളും അങ്ങനല്ലേ? എവിടെയെങ്കിലും പോയാൽ, പിന്നെ നമ്മളൊക്കെ കൊച്ചിലെ നേരെ തിരിച്ചായിരുന്നു. വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുമ്പം ചിലപ്പം പഞ്ചാര മേടിക്കാൻ കടയിൽ വിടും. പോകുന്ന വഴിക്ക് കളിക്കുന്ന പിള്ളേരെ കണ്ടാൽ അവിടെ നിൽക്കും, ബാക്കിയുള്ളതൊക്കെ മറക്കും. ഗസ്റ്റും ഒക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരികെ വരുന്നേ. ഞങ്ങളുടെയൊക്കെ കൊച്ചിലത്തെ കാര്യമായി പറഞ്ഞേ. തിരിച്ചു വരുമ്പം പഞ്ചാര മേടിക്കാതെ തിരിച്ചു വരുന്ന, മറന്നുപോയി കളിച്ച്. പിന്നെ വരുമ്പം പൂരം അടിയ. ഇങ്ങനെ ലക്ഷ്യം മറന്നവരെ പോലെ നമ്മുടെ ബാലിശമായ, നമ്മുടെ ചെറുപ്പത്തിലെ ശൈശവത്തിലെ അവസ്ഥയെപ്പോലെ അല്ലായിരുന്നു യേശു. സ്തോത്രം. യേശുവിന് തൻ്റെ തേജസ്സോ തൻ്റെ മഹത്വമോ ദൈവപുത്രത്വമോ ആരാധനയോ ദൈവത്വമോ ഇതൊന്നുമായിരുന്നില്ല ഭൂമിയിലായിരുന്നപ്പോഴത്തെ പ്രധാന വിഷയം. ഒറ്റ കാര്യമായിരുന്നു. എന്താ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ വേല തികയ്ക്കുക. അതിൻ്റെ തികവ് പൂർണ്ണത സംഭവിച്ചത് ക്രൂശിലാണ്. ക്രൂശീകരണം. സ്തോത്രം. ഇതാണ് യേശുവിൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ തെളിവ്. ആ അപ്പോസ്തോലത്വത്തെക്കുറിച്ച് ക്രിസ്തു ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കാൾ ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്ന വേറെ ഒരു സംഭവവും ഇല്ല. സ്തോത്രം. അതുകൊണ്ട് പത്രോസിനെയൊക്കെ ശാസിച്ച് കർത്താവ് മാറ്റി നിർത്തിയത്, വെല്ലുവിളികളെ ഒന്നും സ്വീകരിച്ച് ക്രൂശിൽ നിന്നും ഇറങ്ങി വരാതിരുന്നത്. സ്തോത്രം. അതെല്ലാം നമുക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ തികഞ്ഞ ബോധ്യങ്ങളായിരുന്നു, നമ്മെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ. അത് കർത്താവ് നിവർത്തിച്ചു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് പിതൃസന്നിധിയിൽ മഹാപുരോഹിതനായിരിക്കുന്നത്. ഈ അപ്പോസ്തോലത്വത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അഭിപ്രായങ്ങളുണ്ടോ? സ്തോത്രം. അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വേണ്ടി അപ്പോസ്തലനായി ക്രൂശ് മരണം വരിക്കുക എന്ന ലക്ഷ്യത്തോടെ, നമ്മെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിനെ ഉള്ളിലേറ്റുകൊണ്ട് ആ കർത്താവിനെ മുഖാമുഖം കണ്ട് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായും സാഷ്ടാംഗം പ്രണമിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് നിത്യത മുഴുവനും ചെലവഴിപ്പാനുള്ള ആഗ്രഹത്തോടെ മുമ്പോട്ടുള്ള ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.